കുന്തിനെ കണ്ടിട്ട് മനസ്സിലായില്ല. മോതിരം നോക്കി പെണ്ണിനെ കെട്ടി അങ്ങനെ അനിയത്തി ഇച്ചിരി കുരുട്ടുണ്ടെന്നുള്ളൂ. അതിന് പെട്ടെന്ന് ഇവൾക്കൊരു നെക്സ്റ്റ് സ്റ്റാൻഡ് തുടങ്ങി കഥയുടെ ഒരു തന്തു മാറുകയാണ് കേട്ടോ. അങ്ങനെ കുന്തി വീണ്ടും കഷ്ടപ്പെട്ട് പണിയെടുത്ത് വീടിന് വേണ്ടി പണിയെടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ നാട്ടിൽ ഒരു മാരേജ് വരികയാണ്. അപ്പോൾ ഈ മാരേജ് എന്ന് പറയുമ്പോൾ ഒരു വലിയ പണക്കാരൻ്റെ വീട്ടിൽ വലിയൊരു കല്യാണമാണെന്ന് ഓർക്കണം. വലിയ പണക്കാരൻ്റെ വീട്ടിലെ ഈ വലിയ കല്യാണത്തിന് സകലമായ നാട്ടിലെ ആൾക്കാർക്ക് ഇൻവിറ്റേഷൻ ഉണ്ട് കേട്ടോ. എല്ലാവരെയും വിളിക്കും, ഒരാൾ പോലും ഇല്ലാതെ എല്ലാവരെയും വിളിക്കുകയാണ്. അങ്ങനെ ഇയാൾ ഓടി നടന്ന് വീട്ടിൽ കല്യാണം വിളിക്കുകയാണ്. അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ട് വി ആർ ഇൻവൈറ്റിംഗ് യു ടു ദിസ് മാരേജ് സെറമോണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ്. അങ്ങനെ ഈ കുന്തിയുടെ വീടും ആ ഗ്രാമത്തിലുള്ളതായതുകൊണ്ട് തന്നെ അവിടെയും വന്ന് കുന്തിയുടെ അച്ഛനെ കല്യാണം വിളിച്ചു, കുന്തിയുടെ അമ്മേനെ കല്യാണം വിളിച്ചു, കുന്തിയുടെ അനിയത്തിനെ കല്യാണം വിളിച്ചു. എന്നിട്ട് വന്ന ആൾ ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ ഈ വീട്ടിൽ കല്യാണം വിളിക്കാനായിട്ട് ബാക്കിയുണ്ടോ എന്ന രീതിയിൽ ചോദിച്ചപ്പോൾ ഈ അനിയത്തി ഇച്ചിരി കുരുട്ടുണ്ടെന്നുള്ളൂ. അതിന് വലിയ ബുദ്ധിയും ബോധമൊന്നുമില്ല. പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ കുന്തി ചേച്ചി ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ഓക്കെ കുന്തിനെ വിളിക്കുക, കുന്തിനെ കൂടി ഇൻവൈറ്റ് ചെയ്തിട്ട് പുള്ളിക്ക് അങ്ങോട്ട് പോകാലോ എന്ന് വെച്ചിട്ട് കുന്തിനെ വിളിച്ചു വരുത്തി കുന്തിനോട് ഇൻവിറ്റേഷൻ പറഞ്ഞു. അപ്പൊ കുന്തിക്ക് ഇത് കേട്ടപ്പോൾ തൊട്ടിട്ടൊരു ഇഷ്ടം. കാരണം 7 നിലപ്പന്തലൊക്കെ ഇട്ട് വലിയ ആർഭാടായിട്ട് കുറേ സദ്യവട്ടങ്ങളൊക്കെ ആയിട്ട് നടത്തുന്ന ഗംഭീര കല്യാണമാണ്. അപ്പൊ കുന്തിക്ക് ഇതിനകത്ത് പോണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കര കലശലായിരിക്കണം. അപ്പൊ അങ്ങനെ കല്യാണ ദിവസം വന്നപ്പോ ഈ അമ്മായിക്ക് കുന്തിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അമ്മായിയാണ് കുഞ്ഞുമായ ഈ സ്റ്റെപ്പ് മോമിന് കുന്തിനെ അവിടെ കൊണ്ടുപോകാനായിട്ട് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ കുന്തിനെ എന്ത് ചെയ്തു, രാവിലെ തന്നെ വീടും അടുക്കളയൊക്കെ പൂട്ടി പുള്ളിക്കാരി ഒരു ചെറിയ ചോറ്റും പാത്രത്തിൽ കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് കുന്തിനെ വിടും. നീ പശുവിനെ കൊണ്ട് പൊയ്ക്കോ, ഞങ്ങളൊക്കെ കല്യാണത്തിന് പോവാണ്, കല്യാണത്തിന് പോയി വരുമ്പോഴേക്കും നീ തിരിച്ച് വന്നാൽ മതി എന്ന് പറയും. കുന്തിക്ക് അത് സങ്കടമാവും. കുന്തി എല്ലാവരും കൂടി പോവാണ്, എന്നെയും വിളിച്ചിട്ടുണ്ടല്ലോ, ഞാനും പോവായിരുന്നു എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ചിരുന്നതാണ് പാവപ്പെട്ട പെൺകുട്ടി. അങ്ങനെ അന്ന് ഇവള് പശുവിനെയും കൊണ്ട് പോയാലും അവള് അങ്ങനെ പോവില്ല. അവള് ഈ അയൽവക്കത്തുള്ള വാസുചേട്ടന് ഈ കഞ്ഞി കൊടുത്തിട്ട് പശുവിനെ അയാളോട് നോക്കാൻ പറഞ്ഞിട്ട് ഇവള് നേരെ ആ പശുവിന്റെ കൊമ്പെടുത്ത് വെച്ചിട്ടുള്ള ആ പൊത്തില്ലേ അവിടെ പോയിരുന്നു മോങ്ങും. അങ്ങനെ മോങ്ങി ഈ പശുവിൻ്റെ കൊമ്പിന് ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യ. ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ, അങ്ങനെ പാലൊക്കെ ചുരത്തി സ്വന്തം മോളെ പോലെയൊക്കെ നോക്കിയതല്ലേ. അങ്ങനെ ഈ പശുവിൻ്റെ കുളമ്പ് പെട്ടെന്ന് ഇവൾക്കൊരു അനുഗ്രഹം കൊടുക്കുകയാണ്. ഇവളങ്ങോട്ട് അണിഞ്ഞൊരുക്കി നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് നല്ല പട്ടുമാലയൊക്കെ ഇടിച്ച് സ്വർണ്ണമാലയൊക്കെ ഇടിച്ച് നല്ല അടിപൊളി സുന്ദരി പെണ്ണാക്കും. അവൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവൾക്ക് സന്തോഷമായി. പശുവിൻ്റെ കുളമ്പ് ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ ചെയ്തു തന്നപ്പോൾ അവൾക്ക് ഹാപ്പി. സോ അവൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ലൈക്ക് എല്ലാവരും പോണ പോലെ തന്നെ ആ ഒരു ലൊക്കേഷൻ എല്ലാവർക്കും അറിയാം. ബിക്കോസ് ഇറ്റ്സ് എ വെരി പോപ്പുലർ ബംഗ്ലാ. ഓക്കെ, സോ ഷീ ഡെഫിനറ്റ്ലി നോസ് ദ പ്ലേസ്. സോ അവൾ അങ്ങോട്ടേക്ക് പോവാണ്, എല്ലാവരുടെയും കൂടെ തന്നെ അവൾ പോയി. അപ്പോൾ ഇവിടെ പോകുമ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കുന്തി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി ഒരു സൂപ്പർ അടിപൊളി ഫിഗറായിട്ടാണ് പോയേക്കണത്. അപ്പോൾ കണ്ടവരൊക്കെ ഇവളിങ്ങനെ ശ്രദ്ധിക്കേണ്ടത് ഏത് ഈ പെൺകുട്ടിയെന്ന് ഒരു ഐഡിയ ആർക്കില്ല. അങ്ങനെ ഈ കുന്തിനെ ഈ ഒരു പ്രോഗ്രാമിൽ ഇനി ഈ ഒരു പരിപാടിയിൽ വെച്ചിട്ട് സെറമണിയിൽ വെച്ചിട്ട് നമ്മുടെ ഇളയമ്മയും മോളും കാണണ്ടേ, ഈ മോള് വിശേഷനെ കാണുന്നത് കുന്തി ചേച്ചി അല്ലേ അമ്മ ആ പോണത്, ആ പെണ്ണിനെ കണ്ട കുന്തി ചേച്ചിയുടെ പോലെ തന്നെയുണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇളയമ്മ പറയും, ഒന്ന് പോയടേ അവിടെ നിന്ന്, അത് ഏതോ ഉള്ളവൻ്റെ വീട്ടിലെ പെങ്കൊച്ചാണ്, അത് നമ്മുടെ കുന്തിയൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരനെ ശകാരിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ട് കുന്തീനെ ഇവർ കണ്ടിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ കുന്തി ഫുഡ് കഴിക്കണതിന് മുമ്പ് കൈയും കാലും മോറും കുളത്തിൽ കഴുകിയിട്ട് കയറിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അങ്ങനെ കുന്തി എന്ത് ചെയ്യും, കൈയും കാലും മോറും കഴുകാൻ വേണ്ടി കുളത്തിലേക്ക് ഇറങ്ങിയതും ഒരു മോതിരം ചെറിയ ലൂസായിരുന്നു. ആ മോതിരം ഒരു കുളത്തിൽ പോയി. ഇവള് അറിഞ്ഞില്ല. ഇവള് ഫുഡൊക്കെ കഴിച്ചു. ഇവള് വേഗം ഇളയമ്മയും ഈ മോളും വരുന്നതിനൊക്കെ മുമ്പ് തന്നെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ഊരി മാറ്റി ആ പൊത്തി തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് ഇവള് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കാഷ്വൽ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഈ ഇളയമ്മയും മോളും പല്ലിൻ്റെ ഇടയൊക്കെ കുത്തി തിരിച്ചു വരുമ്പോൾ ഇളയമ്മ കളിയാക്കും, നീയല്ലേ പറഞ്ഞത് അവിടെ കുന്തി ചേച്ചി വന്നു, അതേ നോക്ക് ആ ഇരിക്കണത് ആരാ നോക്ക്, ഈ കീറിയ വസ്ത്രമൊക്കെ ഇട്ട ഇവളെയാണോ നീ അവിടെ കണ്ടത്, നീ എന്തൊക്കെയാ ഇപ്പം വിളിച്ച് പറഞ്ഞത്, നിനക്ക് ബോധമില്ലാതായിരിക്കണോ എന്ന രീതിയിൽ കളിയാക്കും. അപ്പം കുന്തി മടക്കിച്ചിരിക്കും. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. കുന്തിയുടെ ഈ ഒരു
എന്താ പറയുക സർവൈവൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുളത്തിന് വീണ മോതിരം ആ വീട്ടിലുള്ള ഇളയ മോന് കിട്ടും. ഇളയ മോനാണ് മൂത്ത മോനാണോ എനിക്കറിയില്ല കേട്ടോ, കാരണം കുഞ്ഞിലേ കേട്ട സ്റ്റോറിയാണല്ലോ. എന്തായാലും ഇളയ മോൻ ഇരിക്കട്ടെ. അങ്ങനെ ഇളയ മോന് ഈ മോതിരം കിട്ടും. അപ്പം ഇവനിതൊരു കൗതുകമായി, ഇഷ്ടമായി, ഈ മോതിരം ഇഷ്ടമായി. അപ്പം ഇവൻ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ സിൻഡ്രല്ലയുടെ കഥ കേട്ടിട്ട് അവന് ഇങ്ങനെ ഓർമ്മ ഉണ്ടാവുമല്ലോ, പണ്ട് അവൻ്റെ മുത്തശ്ശിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും മറ്റേ ഷൂ പോയിട്ട് ഷൂ പാകായ പെണ്ണ കല്യാണം കഴിച്ചത്. അതുപോലെ ഇവനൊരു തോട്ട് വരാണ്, ഫൈൻ, ഈ മോതിരം ഏത് കുട്ടിക്കാണോ കീറിനെ ഫിറ്റ് ആവുന്നത് അവളെ ഞാൻ കല്യാണം വേലി കഴിച്ചേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പൊട്ടൻ ഈ വീടായ എല്ലാ വീടുകളിലും കയറി, ഈ നാട്ടിലുള്ള എല്ലാ സകലമാന വീടുകളിലും കയറി സകലമാന ആൾക്കാർക്കും ഈ മോതിരം ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇത് ആരാണ് ഇവൻ്റെ ആ ഒരു മോതിരം സ്യൂട്ടാവുന്നതെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഇവൻ മോതിരം ഇട്ടിട്ട് നമ്മുടെ കുന്തിയുടെ വീട്ടിലെത്താണ്. അപ്പൊ കുന്തിയുടെ വീട്ടിലെത്തി. അതൊരു ഈവനിങ് ടൈം ആയിരുന്നു. നമ്മുടെ കുന്തിയും അവളുടെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന്, പശുവിനെ നോക്കുന്ന ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുള്ള ഒരു ടൈമായിരുന്നു. സോ അവൾ ആ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന സമയത്താണ് ഇവൻ ഈ മോതിരം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇവൻ അവിടെയുള്ള എല്ലാവർക്കും മോതിരം ഇട്ട് കൊടുക്കും. ആദ്യം കുന്തിയുടെ അനിയത്തിക്ക് മോതിരം ഇട്ടു. അപ്പൊ അത് ഇച്ചിരി ലൂസാ, അവളിച്ചിരി ചെറുതാണ്. അത് കഴിഞ്ഞ് ഇളയമ്മയ്ക്ക് മോതിരം ഇട്ടു. അത് ഞാൻ കയറിയെങ്കിൽ ഇളയമ്മയ്ക്ക് മോതിരം ഇട്ടു. ഇളയമ്മയ്ക്ക് മോതിരം ഇട്ടപ്പോൾ അത് കുറച്ച് ടൈറ്റാണ്. അവസാനം അവൻ കുന്തിയുടെ അച്ഛന് വരെ മോതിരം ഇട്ട് നോക്കി. ഓക്കെ, പക്ഷെ ഈ മോതിരം ആർക്കും സ്യൂട്ടാവില്ല. അവൻ ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കഴിഞ്ഞല്ലോ, അപ്പൊ ഞാൻ ഇനി മോതിരം കൊണ്ട് അടുത്ത വീട്ടിലേക്ക് പോവാണ്. അപ്പൊ കുന്തിയുടെ അനിയത്തി, ബോധമില്ലാത്തവള്, ഇല്ല ആ കുന്തി ചേച്ചി ഉണ്ട്, ഈ വീട്ടിൽ ഇനി കുന്തി ചേച്ചി കൂടി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. എന്നാ പിന്നെ കുന്തിനെ വിളിക്കുക, കുന്തിക്ക് കൂടി മോതിരം ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് എന്നെ നാം പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കുന്തിനെ വിളിച്ചു. കുന്തിനെ വിളിച്ചപ്പോൾ അവള് പമ്മി വന്ന് മോതിരം ഇട്ട് നോക്കിയതും ഇവക്ക് കറക്റ്റ് ഫിറ്റ്. അവളുടെ മോതിരമാണല്ലോ, പശുവിന് അവളുടെ കറക്റ്റ് അളവ് അറിയാം. ഈ അകടിൽ ഇങ്ങനെ പിടിച്ചൊക്കെ അല്ലേ നമ്മൾ കുടിക്കുക, അപ്പോൾ മോതിരത്തിന്റെ അളവൊക്കെ കറക്റ്റായിട്ട് അറിയായിരിക്കും. അപ്പൊ അങ്ങനെ കുന്തിയുടെ വേലി കഴിഞ്ഞു. കുന്തി വലിയ ലക്ഷറി വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കുറേ സ്വർണ്ണങ്ങളൊക്കെ ഇട്ട് ഈ കഷ്ടപ്പാടൊക്കെ നിർത്തി അവള് അങ്ങോട്ടേക്ക് പോയി. അപ്പൊ ഇവളങ്ങനെ കെട്ടിച്ചു വിട്ടത് ഈ അമ്മച്ചിക്ക് തീരെ പിടിച്ചിട്ടില്ല. അമ്മച്ചിയുടെ മനസ്സിൽ മൊത്തം സ്വന്തം മോക്ക് ഇങ്ങനത്തെ സൗഭാഗ്യങ്ങളൊന്നും കിട്ടിയില്ല. ഈ കുന്തിയാണെങ്കിൽ ഇതൊക്കെ ചുളുവിൽ അടിച്ചെടുക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു സങ്കടം പുള്ളിക്കാരിക്കുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ പഴയ പോലെ മറ്റേ അടയ്ക്കാത്തോണ്ടിൽ വെള്ളം കൊടുക്കാനൊന്നും ഇപ്പൊ നടക്കില്ല. അവള് വലിയ ലക്ഷറി, വലിയ കോടീശ്വരന്റെ ഭാര്യയൊക്കെ അല്ലേ. അപ്പൊ ഇവള് തഞ്ചത്തിന് നിൽക്കണ്, ഭയങ്കര സ്നേഹമുള്ള പോലെയും ഭയങ്കര ഇതുള്ള. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുന്തി എന്ന് പറയുന്നത് എക്സാക്ട് ഡിറ്റോ ഓഫ് ചന്ദനമഴ അമൃതയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവള് കഴിഞ്ഞു പോയ ദുഷ്ടതരങ്ങൾ നടന്നതൊക്കെ ഇവള് മറക്കും, അരണബുദ്ധിയാണ്. അപ്പൊ അവള് മറന്നു. അപ്പൊ ഇവള് കല്യാണം കഴിഞ്ഞു പോയി. അങ്ങനെ അവള് വയറ്റിലായി, ലൈക്ക് അവള് കൺസീവായി. അവള് കൺസീവായി കഴിഞ്ഞപ്പോൾ 7-ാം മാസം എല്ലാ നാട്ടിലും ഉള്ള പോലെ തന്നെ അവളുടെ വീട്ടിലും അവളെ വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന ചടങ്ങുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇളയമ്മ കെട്ടി ഒരുങ്ങിപ്പോയി കുറെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തു മയക്കി അവളെ കൊണ്ടുവന്നു. ഇത് ആൾ താമസം ഇല്ലാത്തവൾ ഇവളുടെ കൂടെ തിരിച്ചിങ്ങോട്ട് പോരുകയും ചെയ്തു. അങ്ങനെ ഇവൾ ഈ വീട്ടിൽ നിൽക്കണം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരി പറഞ്ഞു, ഗർഭിണിയായ സ്ത്രീകളെ വീട്ടിലെ ബാത്റൂമിൽ കോരി കുളിക്കാനോ ഷവറിന്റെ അടി കുളിക്കാനോ പാടില്ല. അവർ ഈ ഒഴുകി പോണ വെള്ളത്തിൽ മുങ്ങാങ്കുഴി ഇട്ട് കുളിച്ചെങ്കിലേ ആ ഗർഭം അങ്ങോട്ട് സുഖമാവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടതും ഇവൾ ഈ ഇളയമ്മയുടെ താളത്തിന് തുള്ളാൻ വേണ്ടിയിട്ട് ഒരു കച്ചയൊക്കെ കെട്ടി അവൾ എന്ത് ചെയ്തു, കുളിക്കാൻ റെഡിയായി കുളത്തിലേക്ക് അങ്ങോട്ട് പോയി. കുളിക്കാൻ പോകുന്ന മിനിമം ആൾക്കാരുടെ ഒരു സാമാന്യ ബോധത്തിന് ചിന്തിക്കുക, എനിക്ക് നീന്താൻ അറിയുമോ, എനിക്കിത് ഓക്കെ ആണോ, ഞാനിതിന് പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ഇങ്ങനത്തുള്ള ചിന്തകളൊന്നും നമ്മുടെ കുന്തിക്കില്ല. കാരണം കുന്തി ചന്ദ്രമഴ അമൃത, റൈറ്റ്. സോ അങ്ങനെ കുന്തി ഇളയമ്മയുടെ കൂടെ ഇങ്ങനെ പോവാണ്. അങ്ങനെ പോയി കുളത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇവള് കുളത്തിൽ ബക്കറ്റ് മുക്കി കോരി കുളിക്കുകയാണ്. ആ കാലത്ത് ബക്കറ്റ് ഇല്ല, സോ കപ്പി മുക്കി ഇവള് കോരി കുളിക്കുകയാണ്. ആ കാലത്ത് കപ്പിയില്ല തോന്നുന്നു. എന്തോ ഒരു പാത്രം മുക്കി അവള് കോരി കുളിക്കുകയാണ്. അപ്പൊ ഇളയമ്മ പറഞ്ഞു, ഇല്ല കുട്ടിയെ, ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ കുളിക്കാനാണെങ്കിൽ ബാത്റൂമിൽ തന്നെ കുളിക്കാലോ, ഷവറിന്റെ കീഴെ. കുട്ടി അങ്ങോട്ട് ഇറങ്ങുക, അങ്ങോട്ട് ഇറങ്ങിയിട്ട് മുങ്ങാങ്കുഴി ഇട്ടിട്ട് മുങ്ങി കുളിക്കുക, കഴുത്തറ്റമെങ്കിലും വെള്ളം വേണം എന്നങ്ങ് പറഞ്ഞു. ഇത് കേട്ടത് നമുക്ക് ഇങ്ങോട്ട് ഹരം കയറി. ഇവള് നമ്മളോടാ ശരി. ഇവള് 2 അടി വെച്ചു, കുറച്ചുകൂടി നീങ്ങുക, 2 അടി വെച്ചു, കുറച്ചുകൂടി നീങ്ങുക, 2 അടി വെച്ചു, കുറച്ചുകൂടി നീങ്ങുക എന്ന് പറഞ്ഞു ഒറ്റ കൊടുത്തു. ഉന്ത് കിട്ടിയതും പിന്നെ പുള്ളിക്കാരി കാര്യം മനസ്സിലായി. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഇത് ചീറ്റ്. അപ്പോൾ അവളെന്ത് ചെയ്തു, ആ ഒഴുക്കിൽ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശിവഗാമി ഒഴുകിപ്പോയ പോലെ അവൾ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുന്തി ഇങ്ങനെ പല സ്ഥലത്തും കയറി പിടിക്കാൻ നോക്കുന്നുണ്ട്. ഈ ഒഴുക്കിൽ ഇങ്ങനെ
മുങ്ങാങ്കുഴി ഇട്ട് പോകുന്നുണ്ട്, പൊന്തി വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പശു പശു എന്നൊറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അങ്ങനെ ദുരിതം പിടിച്ചൊരവസ്ഥയിൽ നമ്മുടെ കുന്തി ഒഴുകി 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 വേറെ ഏതോ നാട്ടിലെത്തി. എന്നിട്ട് അവള് മരിച്ചിട്ടില്ല കേട്ടോ. ബിക്കോസ് ഇത് അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. സോ മോറലൊന്നും അങ്ങനത്തെ ഒരു ആക്ച്വൽ മോറലൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അങ്ങനെയുള്ളൊരു സ്റ്റോറിയാണ്. ഓക്കെ. സോ അവള് മരിച്ചിട്ടില്ല. അവളിങ്ങനെ ഒഴുകി 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 തീരത്തെത്തി. തീരത്ത് ഒരു ചെറിയ കമ്പിൽ അവള് കൊളത്തി നിൽക്കുകയാണ്. അപ്പൊ അവിടെ ആ കമ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പൊക്കത്ത് താഴെയാണ് ഈ വെള്ളം ഒഴുകണേ. പൊക്കത്തൊരു സ്പേസിൽ അവിടെ ഇങ്ങനെ എന്താ പറയാ കര. അപ്പൊ ഈ കരയിൽ നിന്നൊരു ചേച്ചി വിറക് വെട്ടണുണ്ടായിരുന്നു. കുന്തിക്ക് ചേച്ചിനെ കണ്ടപ്പോ ഹെൽപ്പ് ചെയ്യണം, അവൾക്ക് പറ്റണില്ലല്ലോ. അപ്പൊ അവൾ പറഞ്ഞു, ചേച്ചി എന്നൊന്ന് പിടിച്ച് കയറ്റുമോ എന്ന് ചോദിച്ചു. ഈ പുള്ളിക്കാരി എന്തോ വലിച്ച് നല്ല കിറങ്ങി നിൽക്കായിരുന്നു പുള്ളിക്കാരി. പിന്നെ പുഴയിലൂടെ ഒഴുകി വന്ന പെണ്ണിനെ ഞാനിനി പിടിച്ച് കയറ്റാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണുമ്പുള്ള പിടിച്ച് കയറ്റി കഴിഞ്ഞപ്പോ നനഞ്ഞു മൊത്തം. ഈ 3-4 ദിവസം ഇങ്ങനെ ഒഴുകി 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 എത്തിയതാണല്ലോ. സോ അതുകൊണ്ട് തന്നെ ടോട്ടൽ പുള്ളിക്കാരി അത്രയും പെറ്റായിട്ട് നിൽക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ മാറ്റാൻ തുണി വേണം. അപ്പോൾ പറഞ്ഞു, ചേച്ചി എനിക്ക് മാറ്റാൻ ഒരു തുണി കിട്ടുമോ എന്ന് ചോദിച്ചു. ഈ പുള്ളിക്കാരിക്ക് പിടിച്ചില്ല. പിന്നെ പുഴയിലൂടെ ഒഴുകി വന്ന പെണ്ണെ ഞാൻ പിടിച്ച് കയറ്റി, ഇനി മാറ്റാൻ തുണി കൂടി കൊടുക്കുക എന്ന് പറഞ്ഞു. എന്നിട്ടൊരു തുണി കൊടുത്തു. അങ്ങനെ തുണി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇങ്ങനെ തല ഇറങ്ങണ പോലെ തോന്നുകയാണ്. അപ്പം അന്നത്തെ കാലത്ത് ഇങ്ങനെ മരുന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ തല ഇറങ്ങി പല്ലുവേദന എടുക്കുകയെ എന്തേതായാലും നമ്മളൊന്ന് മുറുക്കും. അപ്പോൾ അവള് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇച്ചിരി മുറുക്കാൻ തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഈ പുള്ളിക്ക് ഈ പുഴയിലൂടെ ഒഴുകി വന്ന പെണ്ണിനെ ഞാൻ പിടിച്ച് കയറ്റി ഉടുക്കാൻ തുണി കൊടുത്തു, ഇനി മുറുക്കാനും കൊടുക്കാതെ മെറ്റില വെച്ച് നടക്കണ കേസൊന്നുമല്ല എന്നും പറഞ്ഞ് ഒരു മുറുക്കാനും ഈ പെണ്ണുമ്പുള്ള കൊടുത്തു. അപ്പൊ പിന്നെ കുന്തി ഇപ്പം ഇത്രയും കുറച്ച് നാള് നല്ലൊരു കോടീശ്വരന്റെ വീട്ടിൽ നിന്നതാണല്ലോ. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഈ വഴി കൂടി തുപ്പേ അല്ലെങ്കിൽ പുറത്ത് തുപ്പൊന്നും ചെയ്യില്ല. അവിടെ മാനേഴ്സൊക്കെ കീപ്പ് ചെയ്ത് അവർ വല്ല സിങ്കിലോ അങ്ങനെയൊക്കെയാണ് തുപ്പ. സോ അപ്പൊ കുന്തി ചോദിച്ചു, ചേച്ചി എനിക്കൊരു കോളാമ്പി തരുമോ എന്ന് ചോദിച്ചു. അത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എന്ത് വർത്താനാണ് നീ പറയണേ? പുഴയിലൂടെ ഒഴുകി വന്ന പെണ്ണിനെ ഞാൻ പിടിച്ച് കയറ്റി, പെണ്ണിന് ഉടുക്കാൻ ഉടയാട കൊടുത്തു, മുറുക്കാൻ കൊടുത്തു, ഇനിയിപ്പൊ തുപ്പാനായിട്ട് ഞാൻ കോളാമ്പി കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കോളാമ്പിയുടെ പൂ പൊട്ടിക്ക് വെച്ചു കൊടുത്തു. അതിനുള്ള ബോധമല്ലേ ഉള്ളു. അവളത് കോളാമ്പിയാന്ന് ഓർത്തു തുപ്പിയതൊക്കെ സ്വർണം. ഇവളെന്തോരം തുപ്പണതൊക്കെ സ്വർണം. ഇത് കണ്ട് ഈ പുള്ളിക്കാരുടെ കണ്ണ് തള്ളിപ്പോയി. പൊന്നേ ഇതെന്ത് മായ. അങ്ങനെ ഈ സ്വർണം വെച്ച് ഇവള് വലിയ കാശുകാരിയായി. ഈ പുഴയുടെ തീരത്ത് തന്നെ ഒരു വീട് അങ്ങോട്ട് വെക്കണം. അങ്ങനെ ഇവളൊരു ഉണ്ണീനെ പ്രസവിച്ചു. ഇതൊരു ആൺകുട്ടിയാണ്. അപ്പോൾ അവിടെ ലൈക്ക് നമ്മുടെ എന്താ പറയാ സീൻ മാറിട്ടോ. ഷിഫ്റ്റ് നമ്മുടെ കുന്തിയുടെ ഇളയമ്മയുടെ വീട്ടില്. കുന്തിയുടെ ഇളയമ്മ കുന്തി ആണെന്ന് ഭർത്താവ് തെറ്റിദ്ധരിക്കാൻ വേണ്ടി കുന്തിയുടെ ഉടയാടകളും കാര്യങ്ങളൊക്കെ അണിയിച്ച് ഇളയമ്മയുടെ മോളെ കുന്തിയുടെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് വിടാണ്. ഈ പോങ്ങന് മനസ്സിലായി. എന്നാ ഇയാൾക്ക് അടിച്ചിറക്കിയാ പോരെ, എന്നിട്ട് 4 ഡയലോഗെങ്കിലും അടിക്കണ്ടേ. ഒന്നും പറയാതെ ഇയാള് നാട് വിട്ടുപോയി കുന്തീനെ അന്വേഷിച്ച് നടക്കാത്രേ. അങ്ങനെ ഇയാള് നാടായ നാടുകൾ മൊത്തം അന്വേഷിച്ച് പിടിച്ച് നടന്ന് അവസാനം ഇയാള് ഈ ഒരു പുഴയുടെ തീരത്തെത്തും. അപ്പൊ ഈ വീട് കാണണം. അപ്പൊ രാത്രിയായി. അപ്പൊ പുള്ളിക്കൊന്ന് സ്റ്റേ ചെയ്യണം. പണ്ട് കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഹോട്ടൽസോ റിസോർട്ട്സോ ഒന്നുമില്ല. സോ പുള്ളിക്ക് സ്റ്റേ ചെയ്യാൻ തൽക്കാലം ആ വീട്ടിൽ നിൽക്കണം എന്നുള്ളതുകൊണ്ട് ഇയാള് കുന്തിയുടെ അടുത്ത് പോയിട്ട്, ആ വീടിന്റെ ഉടമസ്ഥർ കുന്തിയാവണം, കുന്തിയുടെ അടുത്ത് പോയി കാര്യം പറയും. ഇയാൾക്ക് കുന്തീനെ കണ്ടിട്ട് മനസ്സിലായില്ല. വൃത്തികെട്ട തേണ്ടി മോതിരം നോക്കി പെണ്ണിനെ കെട്ടി അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ഇവന് കുന്തീനെ മനസ്സിലായില്ല. പക്ഷെ കുന്തിക്ക് മുതലിനെ മനസ്സിലായി. കുന്തിക്ക് ഇയാളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇതെന്റെ കെട്ടിയവനാണ് വലിഞ്ഞേറി വന്നിട്ടുണ്ട്. സോ അവൾ എന്ത് ചെയ്തു, ഒരു പ്ലാൻ ഇട്ടു. ഇയാളോട് ഇവിടെ സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോൻ രാത്രി ആവുമ്പോൾ ഇരുട്ടി കഴിയുമ്പോൾ അമ്മേനോട് ഒരു കഥ പറഞ്ഞുതരാൻ പറയണം. എന്നിട്ട് അപ്പം അമ്മ ചോദിക്കും, പുതിയ കഥ വേണോ പഴയ കഥ വേണോ എന്ന്. അപ്പം മോൻ പറയണം പഴയ കഥ മതി. അപ്പം അമ്മ കഥ പറഞ്ഞു തരാമെന്ന് പറയും. അപ്പം ഇതുപോലെ രാത്രിയായി. ഇയാൾ പുറത്ത് കിടക്കുന്നു, കുന്തിയുടെ കൊച്ചും അകത്ത് കിടക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മോൻ സ്ക്രിപ്റ്റ്
അയ്യോ അച്ഛാ പോകല്. സ്ക്രിപ്റ്റ് ഇറക്കും. അമ്മ എനിക്കൊരു കഥ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ കുന്തി ചോദിക്കും പഴയ കഥ വേണോ പുതിയ കഥ വേണോ? അപ്പൊ ഇവൻ പറയും പഴയ കഥ മതി എന്ന് പറയും. അപ്പൊ കുന്തി ഈ നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും കഥയായിട്ട് പറയാണ്. ആക്ച്വലി എൻ്റെ അമ്മൂമ്മ വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് പറയുമായിരുന്നു ഗൈസ്. ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് റിപ്പീറ്റ് പറയായിരുന്നു. ഞാൻ നിങ്ങളെ പറഞ്ഞ് വെറുതെ വേദനിപ്പിക്കുന്നില്ല. എനിക്കറിയാം ഇത്രയും പോലും ആരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഐ തിങ്ക് ഓൾറെഡി 24 മിനിറ്റ്സ് എങ്ങാനും കഴിഞ്ഞിട്ടുണ്ട്, അരമണിക്കൂർ എങ്ങാനും കഴിഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും നിങ്ങളിത് മൊത്തം കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. എൻ്റെ അമ്മൂമ്മ ഇത് റിപ്പീറ്റ് പറയുമായിരുന്നു. ഓക്കെ, അങ്ങനെ ഇത് പറഞ്ഞ അവസാനം ഹസ്ബൻഡിന് മനസ്സിലാവും. അയാൾ റിയലൈസ് ചെയ്യാണ് പൊട്ടൻ. അങ്ങനെ റിയലൈസ് ചെയ്തിട്ട് പൊട്ടൻ്റെ കൂടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ ബോധമില്ലാത്തവള് അയാളെ സ്വീകരിക്കും. അവരെല്ലാവരും കൂടി ആ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കും. ഹാപ്പി എൻഡിങ്, ഫീൽ ഗുഡ് മൂഡ്. സോ ഇതാണ് നമ്മുടെ കുന്തിയുടെ കഥ. ഓക്കെ, സോ അങ്ങനെ കുന്തി ഹാപ്പിയായി ഈ മുറുക്കാനൊക്കെ ചവച്ച് തുപ്പി സ്വർണ്ണമൊക്കെ എടുത്ത് സ്വർണ്ണമൊക്കെ വിറ്റ് 1,14,000 രൂപയൊക്കെ ഒരു പവന് മേടിച്ച് സന്തോഷമായിട്ട് കുന്തി കഴിഞ്ഞു പോകും. ഇതാണ് നമ്മുടെ സ്റ്റോറി. സോ ഇതിന്റെ മോറൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ കഥയ്ക്കും ഒരു മോറൽ ഉണ്ടാവും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഥയുടെ മോറലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, നമ്മൾ ഒരിക്കലും നമ്മുടെ ഫുഡ് വേറൊരാൾ ഷെയർ ചെയ്യേണ്ട ഒരാവശ്യമില്ല. എന്ത് കാര്യമുണ്ട്? അവൾക്ക് ആ പശുവിന്റെ പാല് ഒറ്റയ്ക്ക് കുടിക്കണം. നല്ല കാര്യമുണ്ടോ? അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നല്ല അടിപൊളി ഒരു കണ്ടന്റുമായിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.